ഹലോ ഗൈസ്, ശശികല ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. കുറേ നാൾ കാണാനില്ലായിരുന്നു, എവിടെ പോയതാണോ എന്തോ. ഹസ്ബൻഡ് മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് കാണാതായി. എപ്പോഴെന്നറിയാമോ? ശബരിമല പെണ്ണുങ്ങൾ കയറാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞിരുന്നു, പമ്പയിൽ ചടിയൻ ആത്മഹത്യ ചെയ്യുന്നു. പെണ്ണുങ്ങളവിടെ ഓടി കയറുകയും ചെയ്ത്, അത് പിന്നെ രഹസ്യമായിട്ടൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ഓടി കയറാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ ശശികല ചേച്ചീൻ്റെ കൂടെയാണ്. ടീച്ചർ അത് കറക്റ്റാണ് പറഞ്ഞത്. ഒളിച്ചു പാത്തൂക്കങ്ങൾ പോയി കയറിയാൽ നമ്മൾ സമ്മതിച്ചിരുന്നില്ല. കയറിയ ഡയറക്റ്റ് കയറണം, അതിനുള്ള ആംബിയറൊന്നും പെണ്ണുങ്ങൾക്കില്ല. ഏതായാലും അവിടെ കയറിയാൽ ഇവർ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞത്. ഇതുപോലെ സൂയിസൈഡ് ചെയ്യുന്ന വേറൊരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ഭീഷണി മുഴുകിയ 1-2 ഉണ്ടായിരുന്നു. അതിനൊന്നിപ്പോൾ കാണാനില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നിസ്പ്രേ മാതിരിയാണ്, കാണാതെ പോയി ഇവരൊക്കെ. ഇപ്പം എന്തായാലും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. വേടനാണ് ഉദ്ദേശം. നമുക്കൊന്ന് കേൾക്കാം എന്താ പറയണേന്ന്. സമാജം അപമാനിക്കപ്പെട്ടു. വേടന്മാർക്ക് തുണിയില്ല. വേടൻ തുണി എടുത്തിട്ടുണ്ടല്ലോ. വേടന് തുണിയില്ലെന്ന് ഇവരെന്താ പറയുന്നത്? ഓ, ബനിയൻ അതാണോ? ഓക്കെ. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി. പുള്ളിക്കാരത്തി ടീച്ചറാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഡഗയോളി, മരയോളി, മളയോളി, മെളിയോളി, കമൻറ്റോളി വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ടീച്ചർ കൊണ്ടുവന്ന പുതിയ സാധനം അത് ലിസ്റ്റിൽ പെടുത്തണം. കഞ്ചാവോളി കൊള്ളാം കേട്ടാ, ഉള്ള ഒരു പുതിയ സാധനം കിട്ടി. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം. ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി തവളയ്ക്കും പത്രം ഉണ്ടാ? ഓ, ധവളപത്രം. കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട്. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് 1 ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് അവരെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. കൂടത്തുള്ളു അങ്ങനെ ഒരു പാട്ടുണ്ട്, നല്ല രസാ. തള്ള ഏത് ജനറേഷനാണ് അത് പാട്ട്. അല്ലല്ല, അവിടത്തില്ലേ ആടിക്കളിക്കര കുഞ്ഞിരാമ നല്ലയോ? കുഞ്ചിരാമനോ? അങ്ങനെയാ? എൻ്റെ ഒരു സംശയം, തള്ളക്ക് കുഞ്ചി വിട്ടൊരു ഓർമ്മയില്ലെന്നാ. അതുകൊണ്ടാണോ ഈ കുഞ്ചി എന്ന് പറഞ്ഞ് കളിക്കണത്? ഇറ്റ് ഈസ് നോട്ട് കുഞ്ചി, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കുഞ്ഞി. ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, പിന്നെ ആജ്ഞാപിക്കാൻ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്. കാരണം ഞങ്ങളൊരു സംഘടനയാണ്. ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ SNDP ആയിരിക്കും ആണോ? അതോ NSSകാരോ? അമ്മ രണ്ടുപേരും ചേരും. വേറെ ആര്? സാമുദായികമായിട്ടുള്ള വേറെ സംഘടനകൾ എന്ന് പറയുമ്പം എത്ര സംഘടനകൾ വേടനെതിരെ ഉണ്ട് എന്ന് പറഞ്ഞു തരാമോ? ആക്ച്വലി വേടൻ പറയുന്നത് കൃത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർക്കൊക്കെ എവിടേക്കൊക്കെ കിടന്ന് ചുരുളത്തോട് കൂടത്തുള്ളാൻ നിൽക്കുന്നത്. വേടൻ പറയുന്നത് കറക്റ്റാണോ? നാളിതുവരെയായി വേടനെ നോട്ടിഫൈ ചെയ്യാതിരുന്ന മനുഷ്യർ വേടൻ്റെ വേർഡ്സിൽ നിന്ന് വേടനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് തീവ്രതയുണ്ട്, ശക്തിയുണ്ട്, അത്യാവശ്യം ആളുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെന്നാണ് അർത്ഥം. ഞാൻ ശശികല ടീച്ചറിന് ഒരു ഓപ്ഷൻ തരാം. കാരണം ഈസി ഗോയാണ്. നിങ്ങൾ മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയാൽ നിങ്ങൾ പമ്പയിൽ ചാടി തൂങ്ങിച്ചാവുന്നു. അല്ല, പമ്പയിൽ ചാടി ചാവൂന്ന് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇത്തവണ അഭ്യർത്ഥിക്കുകയും ആജ്ഞാപിക്കുകയും ഒക്കെ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ അവിടെ ഒരൊറ്റ കാര്യം പറയണം, പിണറായി എണ്ണ ഞാൻ തൂങ്ങിച്ചത്തളണം മാഡം. നിങ്ങളിങ്ങനെ ചുമ്മാ ആത്മരോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. വേടനെ നമുക്ക് തൂക്കിക്കൊല്ലണം. കാരണം അവ ശരിയല്ല, അവ പറയണതൊക്കെ തെറ്റാണ്. ഇവരെന്ത് ചെയ്യണമെന്നറിയാം? ഇവരെ പൈങ്കുളത്തിന് കൊണ്ടുപോകാൻ ഞാൻ ഉപദേശിക്കുന്നത്. ഇവർ പൈങ്കുളമല്ല വേണ്ടത്, ഇവരെ ടൈം മെഷീനിൽ ഇരുത്തണം. ഒരു 100 വർഷം മുമ്പുള്ള ഇന്ത്യയിലേക്ക് ഇവരെ കൊണ്ടുപോകണം. ഒരാഴ്ച താമസിപ്പിക്കണം, എന്നിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ തീരും കുത്തിക്കിടപ്പ്. പിന്നെ ഈ മൈക്ക് കിട്ടിയ വേടം പറയുന്നതിനേക്കാൾ നല്ല വാക്കുകൾ അവർ പറയും. അനുഭവത്തിലൂടെയാണ് പലരും, അവരവരുടെ തിരിച്ചറിവിലൂടെയാണ് പലരും അവരവരുടെ വിപ്ലവം പറയുന്നത്. അവൻ പറയണത് വിപ്ലവമല്ല, അവൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും ഉണ്ട് നമുക്കിടയിൽ. അതൊരു തിരിച്ചറിവാണ്. അത് തിരിച്ചറിയാൻ പാകപ്പെട്ട മനസ്സില്ലാത്തത് ഉള്ളിലുള്ള വിദ്വേഷപരമായ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ടാണ്. ഒന്നും പറയാനില്ല. പിന്നെ സ്വത്തുക്കൾ, പണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ റിപ്പീറ്റ്. നമ്മളുടെ സ്വത്തുവകകൾ, അതായത് നികുതി പണങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന അമ്പലങ്ങൾ.
അമ്പലത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവത്തിനെ പൂട്ടിയാണ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ ദൈവത്തിനെ പൂട്ടിയിട്ടിട്ട് പോകുന്നതാകുമ്പോൾ സങ്കടം തോന്നും. നമുക്ക് പിന്നെയും ഫ്രീഡമുണ്ട്, ദൈവത്തിന് ഫ്രീഡമില്ല. തോന്നുമ്പോൾ അങ്ങോട്ട് തുറക്കും, കുറച്ച് വെള്ളവും വെളിച്ചവും കൊടുക്കും, അതിനുശേഷം ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കും. അതൊക്കെ അങ്ങോട്ട് സാധിച്ചതാന്ന് പറയും. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വീണ്ടും പൂട്ടിയിട്ടിട്ട് അങ്ങ് പോകും. ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ദൈവം തായിരിക്കുന്നു. നികുതി പണമായിട്ട് നമ്മൾ പ്രജകൾ കൊടുത്ത പണമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ജനങ്ങളുടെ, രാജ്യത്തിൻ്റെ അവകാശപ്പെട്ട വസ്തുക്കളാണത്. രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത പണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലം മാത്രമാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ. അപ്പോൾ ക്ഷേത്രത്തിൻ്റേതാണ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റേതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അങ്ങനെയുള്ള വസ്തുവകകൾ എവിടെ, എന്തിയെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോധം ഇല്ല എന്നുള്ളത് തെളിവാണ്. പിന്നെ നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല. രണ്ടാമത്, രാഷ്ട്രീയം എന്തെന്നറിയാത്തവൻ, ഭരണഘടന എന്തെന്നറിയാത്തവൻ, ജനാധിപത്യം എന്തെന്നറിയാത്തവൻ ഇതൊക്കെ പറയാൻ പോകുമ്പോൾ കിട്ടുന്ന തിരിച്ചടികളാണ് ഇമാതിരി വർത്തമാനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭരണഘടന എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ അത് അനുവർത്തിച്ചു പോകുന്ന മനുഷ്യരെ നോക്കിയിട്ട് കൊക്കറി കാണിക്കുമ്പോൾ അവർക്ക് ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം വെച്ച് തിരിച്ചവർക്ക് ഇടി കൊടുക്കാൻ പറ്റുമെന്നറിയാം. ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. ഇവർക്കിങ്ങനെ പറഞ്ഞ് നല്ല ശീലമായി. ഇത് കേട്ട് 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 അവർക്കും അതൊരു സുഖം. അങ്ങനെ പറയാതെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരും എത്തിയിട്ടുണ്ട്. ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരെണ്ണം മാറ്റമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എവിടെയോ അവൻ പാലസ്തീനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവഗണിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജനത എന്ന ടേമാണ് അവൻ പറഞ്ഞത്. അതിനകത്ത് ഇസ്ലാമിയരുണ്ട് എന്നുള്ള ധാരണ കിട്ടിയ ഉടനെ പിന്നെ വേടൻ ഇസ്ലാമിയരുടെ വക്താവായി. അവനെ അങ്ങോട്ട് പിന്നെ തൂക്കി പിടിച്ച് ഇടിക്കുക എന്നുള്ള ഒരൊറ്റ ഫോമിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് നിന്നുകൊണ്ട് കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന കുറേയധികം മനുഷ്യർക്കിടയിൽ സത്യങ്ങൾ തുറന്നു പറയാൻ കാണിക്കുന്നവൻ്റെ തൻ്റെ ഇടം സമ്മതിച്ചേ മതിയാവുള്ളൂ. വേടൻ ഈ ഇടയ്ക്കൊരു അമ്പലത്തിൽ പോയി തലകുമ്പിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരെണ്ണം പ്രചരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സനാതനത്തിന് അങ്ങനെയൊന്നുമില്ലെന്ന്. സനാതനം എന്താണെന്ന് പോലും അറിയാത്തവരാണ് സനാതന മർമ്മത്തിനെ പറ്റി പറയുന്നത്. ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ലാത്തൊരു സംഗതം സനാതനം അല്ലേ? സനാതനമായതാണ്, നമ്മൾ സനാതനികളാണ്, ഒന്നും മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ ചാതുർവർണ്ണയം മമ സൃഷ്ടി എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ ആ വാക്ക് എന്തിനാ ഞങ്ങൾ മാറ്റാൻ പോണേ? ആ ചാതുർവർണ്ണയമല്ലേ ഇവിടെ അനുസരിക്കേണ്ടത്? എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും അതല്ലേ മുന്നോട്ട് വയ്ക്കുന്ന സാധനം. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് അനാവശ്യമായിട്ട് ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്? വർണ്ണാടിസ്ഥാനത്തിൽ മനുഷ്യനെ നീക്കി നിർത്തരുതെന്ന് പറയുന്ന ഭരണഘടനയുള്ള രാജ്യത്ത് ആ പയ്യൻ പറയുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ ഒരു ഭരണഘടന, അങ്ങനെ ഒരു വിഷയം അവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യഘട്ടം എന്തുകൊണ്ട് വന്നു? ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന ഏറ്റവും അത്രയും നമുക്ക് അഹങ്കരിക്കാവുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. നാനാത്വത്തിൽ ഏകത്വം, ഇത്രയധികം കൾച്ചേഴ്സ്, ഇതെല്ലാം ഏകീപിച്ചുകൊണ്ട് ഒറ്റ കൊടക്കുഴിയിൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഗെയിമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണഘടനയിൽ ഈ ഒരു ക്ലൗസ് എങ്ങനെ വന്നു? ഒരു രാജ്യത്ത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അതിന് തടയിട്ടുകൊണ്ടൊരു നിയമം തന്നെ അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ സുപ്രീം കോടതിയിൽ വരുന്ന വിധികൾ തന്നെ നിയമമായിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള അട്രോസിറ്റി ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ 100 വർഷം മുമ്പ് വരെ മറച്ചാൽ മുലഞ്ഞെട്ടുകളിൽ വെള്ളയ്ക്ക കോർത്തിടുന്ന ഒരു പരിപാടി വെച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് ഇടുന്നത് തന്നെ ഒരു കുഴപ്പമായിരുന്നു. ഇവരുടെ സനാതന മർമ്മം അനുസരിച്ച് ഇതുപോലെ കോണ കൊടുത്തുകൊണ്ട് കിടക്കുന്നതാണ് സനാതന മർമ്മത്തിൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ കുംഭമേള വന്ന് ഒരു തുണി, ഒരു ഈർക്കി തുണി പോലും ഇല്ലാതെ, അതും സനാതന മർമ്മമാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഭ്രാന്തല്ല, അവരെയൊന്നും തൂക്കിക്കൊല്ലണ്ട. പക്ഷെ വേടനെ തൂക്കിക്കൊല്ലണം. അവൻ പറയുന്നത് കറക്റ്റാണ്. അവൻ പറയുന്നത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നത് കൊണ്ടാണ്. പിന്നെ കഞ്ചാവ്, ഈ കഞ്ചാവ് ഒരു വലിയ വിപത്താണ്. അതവന് തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത തെറ്റാണ്, ഇനി നിങ്ങൾ ആരും ഇത് ഏറ്റ് ചെയ്യരുത്, ഇത് ഞാൻ തിരുത്തും, എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ പറയുമ്പോൾ അവൻ്റെ വലിയ മനസ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അവനെ ആക്രമിച്ച് അടങ്ങൂ എന്ന രീതി നടക്കുന്നത് അവൻ്റെ പിന്നിൽ തൂങ്ങുന്ന ആ ക്രൗഡിനെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ക്രൗഡ് നമുക്ക് ഉപകരിക്കും എന്നുള്ള രീതിയിൽ അവനെ പിടിവലി കൂട്ടാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗത്തിനെ ഒതുക്കാനുള്ള ഒരു ശ്രമം, ഇതെല്ലാം കൂടെ കൊണ്ട് ആ ചെറുക്കനിക്ക് ഇത് നല്ല കഷ്ടപ്പാടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. തള്ളയ്ക്കല്ല കുത്തി കഴപ്പാണ്. തള്ള പെട്ടെന്ന് പോയി തൂങ്ങിച്ചാവാനുള്ള പരിപാടി ആലോചിക്കും. ഒരു കാര്യമുണ്ട്, ബാക്ക് പറഞ്ഞ ബാക്ക് വലിക്കണം. നിങ്ങളാണ് പറഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാവുമെന്ന്, എന്നിട്ടെന്ത് ചാവാത്തെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചുമ്മാ വെല്ലുവിളിക്കാൻ വരും, കീലേരിയാണ് വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ
ചുമ്മാ വന്നിട്ട് ഈ വർത്തമാനാണ്. നിങ്ങൾ ചുമ്മാ അങ്ങ് തോറ്റാൽ പോരെ, വിളിച്ചിട്ട് പോയി തോറ്റിട്ട് വരുന്നത് എന്തിനാണെന്ന് തോന്നും. ഇനി മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ കൂടെ തള്ളിൻ്റെ ഒരു കുഴപ്പമില്ല, തള്ളു പറയണമായിട്ടില്ല. എൻ്റെ പിന്നിൽ സാമുദായിക സംഘടനകളുണ്ട്. നമുക്ക് ഉണ്ടംപൊരിയാണ് കൂടെ ഉള്ളത്. ഏതായാലും കൊള്ളാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ തള്ളയെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിലും ഭേദം ഉണ്ടായിരിക്കുന്നതാണ്. വട്ടാണതിന്, മുഴുത്ത ഭ്രാന്ത്, അല്ലാതെ ഒന്നുമല്ല. എന്തൊക്കെയാണ് പറയണമെന്ന് അതിനെ എന്നെ കിബിലേറ്റി കിടക്കുന്ന ഒരു സാധനം. ദാറ്റ്സ് ഇറ്റ്.